കാസർഗോഡ് മട്ടലായിലെ ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച. സുരക്ഷാ ഭിത്തിയിലും വിള്ളലുണ്ടായി. വിള്ളൽ കാണാതിരിക്കാൻ മേഘ കമ്പനി ഷീറ്റ് കൊണ്ട് മറച്ചുവെച്ചു. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് സ്ഥലത്തുണ്ട്. അരുൺ, ഇപ്പോൾ ഈ മേഘ കമ്പനിക്കെതിരെ നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ വിള്ളൽ കാണാതിരിക്കാൻ ഷീറ്റ് കൊണ്ട് മറച്ചുവെച്ച ഭാഗമാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഏത് ഭാഗത്തായിട്ടാണ്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിള്ളൽ ആദ്യഘട്ടത്തിൽ കനത്ത മഴയെ തുടർന്ന് പാതയിലായിരുന്നു. ഇതിന് മുകളിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പാതയിലാണ് ആദ്യം വിള്ളൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മഴയെ തുടർന്നായിരുന്നു ആ വിള്ളൽ രൂപപ്പെട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിനുശേഷം ആ വിള്ളൽ ഒരു കോട്ടിംഗ് മാത്രം ടാർ ചെയ്ത് പേരിന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ആ ടാറിങ് നടത്തിയത്. അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് ഈ സുരക്ഷാ ഭിത്തി, പാതയുടെ സുരക്ഷാ ഭിത്തിയിലും വലിയ തോതിലുള്ള വിള്ളൽ കണ്ടത്. ആ വിള്ളൽ നാട്ടുകാർ കാണാതിരിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ആ ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ച രീതിയിലായിരുന്നു ഉണ്ടായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ വിള്ളൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ കുത്തി അവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ വിള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാൻ പാടില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ കമ്പനി ഇത്തരത്തിൽ ചെയ്തതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ഈ വിള്ളൽ കാണാം. ഇത് നേരത്തെ ഇതിന് മുകളിലാണ്, പാതയിലാണ് ആദ്യം വിള്ളൽ കണ്ടത്. അതിന് ആ ഭാഗം അമർന്ന നിലയിലാണുള്ളത്. അതിൻ്റെ സുരക്ഷാ ഭിത്തി, ഈ പാതയെ സുരക്ഷയോടെ നിർത്തേണ്ട ഭിത്തിയും അതിലും വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അത് ഇത്ര ദൂരത്തിൽ ഈ വിള്ളലുണ്ടായ ഭാഗം ഒരു വെള്ള ഷീറ്റ് വെച്ച് മറച്ചു വെച്ച നിലയിലാണുള്ളത്. അത് അല്പസമയം മുമ്പാണ് പോലീസ് എത്തി ഈ ഷീറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ആ ഷീറ്റ് മാറ്റാൻ അവർ തയ്യാറായില്ല. പിന്നീട് പോലീസ് കർശനമായി പറഞ്ഞു. മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ, നമുക്കിവിടെയൊക്കെ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം. ഇവിടെ ഈ വിള്ളലുണ്ടായ ഘട്ടത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഈ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ഒരു വെള്ള ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ച നിലയിലാണ് ഉണ്ടായത്. അതായത് മുകളിൽ പാതയിലും ഇത്തരത്തിലുള്ള വിള്ളൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കണ്ടു. അതിനുശേഷം ഇതാ കണ്ട ഓരോ സ്ഥലത്തും വിള്ളലുള്ള ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലാണ് ഇതുള്ളത്. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.